ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ്. പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ്. പ്രീമിയം നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നല്ല സൂപ്പർ പാറ്റേൺ ആണ്. ഇന്ന് നമ്മൾ 3 പാറ്റേൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3ഉം നല്ല സൂപ്പർ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ വരുന്നതാണ് കേട്ടോ കുർത്തി. ജോർജറ്റാണ് മെറ്റീരിയൽ. ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ട് യോക്കിൽ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ പാറ്റേണിൽ നമ്മൾ ഏകദേശം ഒരു 4 കളർ ഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ വരുന്നുണ്ട് 4 കളർ ഷെയ്ഡ്. ഫസ്റ്റ് വരുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ആ ഒരു റാണി പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് വരുന്നത് ബ്ലൂ. ഇതാണ് ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ആ ഒരു റാണി പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം. ഇതുപോലെ വരുന്നുണ്ട്. അതിൻ്റെ നെക്ക് നല്ലൊരു റൗണ്ട് നെക്ക് അല്ല, ഒരു ചെറിയൊരു വി പാറ്റേൺ തന്നെയാണ്. ഒരു കർവ്ഡ് ആയിട്ട് വരുന്ന ഒരു യു വി പാറ്റേണിൽ വരുന്നുണ്ട് കേട്ടോ. നെക്ക് ഇതുപോലെയാണ് നെക്ക് വരുന്നത്. നെക്ക് വന്നിട്ട് ഇതുപോലെ റിച്ച് ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് ഇതുപോലെയാണ് കേട്ടോ. യോക്കിൽ സോറി, ഹാൻഡ് വർക്ക് അല്ല, മെഷീൻ വർക്കാണ് കേട്ടോ. ത്രെഡ് കൊണ്ടുള്ളൊരു മെഷീൻ വർക്കാണ് ഇതുപോലെ വരുന്നുണ്ട്. ത്രെഡ് വർക്ക് ഇതുപോലെ വരുന്നുണ്ട്. നല്ല ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വന്നത്. നമുക്ക് ആലിയ കട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെക്കാട്ടും കുറച്ചുകൂടെ ആ ഒരു ഷേപ്പ് മാറിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കട്ടിങ് വരുന്നത്. അത്രയും ഒരു ഈ ഭാഗത്ത് ആ ഒരു വളവ് വരുന്നില്ല. അത് നല്ലൊരു പാറ്റേണിലാണ്, ഒരു യു പാറ്റേണിലാണ് കട്ടിങ് വരുന്നത്. കട്ടിങ് വന്നിട്ട് ഫുള്ളും ആ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പ്ലീറ്റ്സ് വരുന്നത്. പ്ലീറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ മുതൽ ആ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ കുർത്തിക്ക്. ഇതുപോലെ നല്ല ഫ്ലെയർ ആണ് വന്നിട്ടുള്ളത്. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് എസ് മുതൽ ഉണ്ട്. എസ് മുതലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എസ് മുതൽ എക്സൽ വരെയാണ് കേട്ടോ. എസ് വരുമ്പം എസ് കഴിഞ്ഞ് സ്മോൾ കഴിഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ഇത്രയും സൈസുകളാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതുപോലെയാണ് നല്ലൊരു പാറ്റേൺ ആണ്. നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ആ ഒരു വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ആ ഒരു മെഷീൻ വർക്ക് ഇതുപോലെ വരുന്നുണ്ട്. നല്ല ഷെയ്ഡാണ്. റാണി പിങ്ക് ആണ്. നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ആ ഒരു കളർ കിട്ടുന്നുണ്ട്. നമുക്ക് ആ കാണുന്ന ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു എ ലൈൻ പാറ്റേണിൽ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന കുർത്തിയാണ്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ കുർത്തിയുടെ എൻഡ് വരെ തന്നെ ആ ഒരു ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബോഡി പോർഷൻ ലൈനിങ്ങിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. ഇതുപോലെയാണ് ഫസ്റ്റ് കളർ വരുന്നത്. നല്ലൊരു അഫോർഡബിൾ പ്രൈസുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 ആണ്. 750ൽ ഫ്രീ ഷിപ്പിംഗ്. ഇതുപോലെയാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത്. ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നമുക്കൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. മെഹന്തി ഗ്രീൻ അല്ല, അതിൽ നിന്നും കുറച്ചുകൂടെ നല്ലൊരു ഇലപ്പച്ച, ഡാർക്ക് ആ ഒരു ഇലപ്പച്ചയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും കൊണ്ടുവന്ന ഗ്രീനിനേക്കാളും കുറച്ച് നല്ലൊരു ഡിഫറൻറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. അതിൽ നമുക്ക് യോക്കിൽ നല്ലൊരു വർക്ക് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. വർക്ക് ആ ഒരു ഹാൻഡ് വർക്ക് നമുക്ക് ആ ഗ്രീനിന് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിങ്ക് ഫ്ലവേഴ്സും ഇതുപോലെയാണ് വരുന്നത്. പിങ്കും ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ചേർന്നിട്ടുള്ളൊരു ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. നല്ലൊരു സൂപ്പർ കളർ കോമ്പിനേഷനുമാണ്. ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇതൊരു പ്രത്യേക ഗ്രീൻ ആണ് കേട്ടോ. നമുക്ക് എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ മിക്കവാറും കാണില്ല ഈ ഒരു ഗ്രീൻ. നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, അധികം കൊണ്ടുവരാത്ത ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്മൾ മിക്കവാറും ബോട്ടിൽ ഗ്രീൻ ഒക്കെ കൊണ്ടുവരും, പക്ഷെ ഇതൊരു വെറൈറ്റി ഗ്രീൻ ആണ്. ഇതുപോലെയാണ് കേട്ടോ. കണ്ണൂർ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. നമുക്ക് ചെറുപയറിന്റെ കളർ അതും പറയാൻ പറ്റത്തില്ല, മെഹന്തിയും പറയാൻ പറ്റില്ല. അതിനെക്കാട്ടും ഒരു ഡാർക്ക് ഇലപ്പച്ചയിൽ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് വരുന്നത്. ഇതുപോലെയാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഫീച്ചേഴ്സ് ഒക്കെ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ബോഡി പോർഷൻ ലൈനിങ്ങിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. എസ് മുതലാണ് സൈസ് വരുന്നത്. എസ് മുതൽ എക്സൽ വരെയാണ് സൈസ് വരുന്നത്. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. പാറ്റേൺസും ആ ഒരു ഡിസൈനും എല്ലാം സെയിം ആണ്. കളർ മാത്രമാണ് ചേഞ്ച് ആകുന്നത്. ഇതുപോലെയാണ് കേട്ടോ കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത്. നല്ലൊരു കളറാണ് ഇത്. കറക്റ്റ് ആ ഒരു റോയൽ ബ്ലൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കുർത്തി വരുന്നത്. എസ് മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുർത്തിയുടെ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. ആ ഒരു വർക്ക് ഇതുപോലെ വരുന്നുണ്ട്. മെഷീൻ വർക്കാണ്. ഫുള്ളും ത്രെഡ് കൊണ്ടുള്ളൊരു മെഷീൻ വർക്കാണ്. ആ ഒരു ഫ്ലവറിന്റെ ഡീറ്റെയിലും ആ ഒരു കളറും ഒക്കെ സെയിം ആണ്. പക്ഷെ നമ്മുടെ ക്ലോത്തിന്റെ കളർ മാത്രമാണ് ചേഞ്ച് ആകുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്.
ഇങ്ങനെയാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ ഒരു ഫുൾ വ്യൂ വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ബ്ലൂ ആണ് ഷെയ്ഡ്. നമുക്ക് കറക്റ്റ് ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഒരു പീകോക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ നിന്നും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. ഇതുപോലെ ഒരു UV പാറ്റേണിലാണ് നെക്ക് വരുന്നത്. നെക്കിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ നല്ലൊരു ത്രെഡ് വർക്ക് ഇതുപോലെ വരുന്നുണ്ട്. ഇതും ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നുണ്ട്. നല്ലൊരു അഫോർഡബിൾ പ്രൈസും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 750 ആണ്. 750ൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ലൊരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. ജോർജറ്റിൽ വരുന്ന നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഇതേ ആ ഒരു ഡിസൈൻ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് വർക്ക് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് കുർത്തിയാണ് വരുന്നത്. ഈ പാറ്റേണിൽ നമ്മളൊരു 4 കളർ ഷെയ്ഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 4 നല്ലൊരു സൂപ്പർ കളർ ഷെയ്ഡാണ്. അതുപോലെ പ്രീമിയം ക്വാളിറ്റിയാണ്. പ്രീമിയം ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ്. പക്ഷെ നമ്മുടെ ആ നേവി ബ്ലൂവിന്റെ അത്രയും ഡാർക്ക്നെസ് വരുന്നില്ല. അതിൽ നിന്ന് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ ആണ്. കറക്റ്റ് ആ ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ. പീകോ ഗ്രീൻ ഷെയ്ഡിലേക്കും വരുന്നുണ്ട്. ലാസ്റ്റ് വന്ന് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. കറക്റ്റ് നമ്മുടെ ഞാവൽപ്പഴം ഉണ്ടല്ലോ, കറക്റ്റ് ആ ഒരു ഡാർക്ക്നെസ് ആ ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം. ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് ആ കളർ കിട്ടുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ആ ഒരു കാണുന്ന ഒരു കളർ കറക്റ്റ് ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതുപോലെ റൗണ്ട് നെക്ക് വന്നിട്ട് സെന്റർ പോർഷനിൽ ചെറിയൊരു വീക്ക് പാറ്റേണിൽ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. യോക്കിന്റെ ഏരിയയിൽ ഇത്രയും റിച്ച് ആയിട്ടൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബീഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത് കളർ ബീഡ്സ് ആണ് കേട്ടോ. ഗ്രീനും ഒരു പിങ്കും ഒരു ഡാർക്ക് ഷെയ്ഡും ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുൾ സ്കാറ്റേർഡ് ആയിട്ടും ആ ഒരു ബീഡ്സ് വർക്ക് ഇതുപോലെ പോയിട്ടുണ്ട്. ഇതുപോലെയാണ് ആ ഒരു പാറ്റേൺ വന്നത്. യോക്കിൽ ഇത്രയും ഭാഗം ഒരു യോക്ക് കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ. യോക്ക് കട്ടിങ് വന്നിട്ടാണ് ഇത്രയും പോർഷനിൽ ആ ഒരു പ്ലീറ്റ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഇത്രയും ഈ ദൂരം മുതൽ ഇത്രയും ആ ഒരു നമ്മുടെ ആ വർക്ക് വരുന്ന അതിന് തൊട്ട് താഴെയായിട്ട് ആ ഒരു പ്ലീറ്റ്സ് ഇതുപോലെ വരുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ച കുർത്തിയിൽ ഫുള്ളും ആ ഒരു പ്ലേറ്റ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു സെന്റർ പോർഷനിൽ മാത്രമാണ് ആ ഒരു പ്ലേറ്റ്സ് വരുന്നത്. നമ്മുടെ ഹാൻഡ് വർക്കിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു പ്ലേറ്റ്സ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. നമുക്ക് ബ്ലൂ ആയതുകൊണ്ട് അത്രത്തോളം ആ ഒരു കട്ടിങ് കാണാൻ പറ്റത്തില്ല. ഇതുപോലെ ആ ഒരു കട്ടിങ് ഇത്രയും സൈഡ് വന്നിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും ആ ഒരു പാച്ച് പോലെയാണ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതിലാണ് ആ ഒരു ബീഡ്സ് വർക്ക് വരുന്നത്. ഇതുപോലെയാണ് അതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ബീഡ്സിന്റെ കളർ ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു എയർലൈൻ പാറ്റേണിലാണ് കുർത്തി വന്നിട്ടുള്ളത്. നല്ല ഫ്ലെയർ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല ഫ്ലെയറിലാണ് ആ കുർത്തി വന്നിട്ടുള്ളത്. ഇതിപ്പോ എയർലൈൻ പാറ്റേണിൽ വന്നിട്ട് ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ കുർത്തിയുടെ എൻഡ് വരെ ഉണ്ട് കേട്ടോ ലൈനിങ്. ഈ എൻഡ് വരെ തന്നെ ആ ഒരു ലൈനിങ് വന്നിട്ടുണ്ട്. ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് മീഡിയം മുതൽ XXL സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. M2 XXL സൈസ് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ അഫോർഡബിൾ ആക്കിയിട്ടുള്ളതാണ്. 750 ആണ്. 750ൽ ഫ്രീ ഷിപ്പിംഗ്. നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. വെറൈറ്റി കളറാണ്. ബ്ലൂ ആണെങ്കിലും നല്ല നമ്മൾ നേവി ബ്ലൂ അല്ല, ഞാൻ എടുത്ത് പറയാണ്. നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ബുക്കിയിൽ ഇതുപോലെയാണ് കേട്ടോ ബ്ലൂ വരുന്നത്. സ്റ്റീൽ ബ്ലൂ ഷെയ്ഡിലേക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. നമുക്ക് വെറൈറ്റി കളറുമാണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡിലേക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. ഇതുപോലെയാണ് വർക്ക് വരുന്നത് കേട്ടോ. യോക്കിലെ വർക്ക് ഇതേ ഒരു ഫീച്ചേഴ്സ് ആണ്. യോക്ക് ഇതുപോലെ ഇത്രയും ഭാഗം കട്ടിങ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. യോക്ക് കട്ടിങ് വരുന്നൊരു കുർത്തിയാണ്. ഈ വർക്കിന്റെ തൊട്ട് താഴെ ആ ഒരു പ്ലേറ്റ്സ്, കുഞ്ഞു പ്ലേറ്റ്സ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൂപ്പർ പാറ്റേൺ ആണ്. രണ്ടാമത്തെ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. നല്ല ബീഡ്സ് വർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്ക് പാറ്റേൺ ഇതുപോലെ തന്നെയാണ്. ആ ഒരു സെയിം നെക്ക് പാറ്റേൺ ഡിസൈനും പാറ്റേണും ഒക്കെ സെയിം ആണ് കേട്ടോ. ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും.
നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഭംഗിയുള്ളൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇത് കറക്റ്റ് നമുക്ക് ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതുപോലെ ആണ് വരുന്നത്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. ആദ്യം പറഞ്ഞ അതേ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതുപോലെയാണ് കേട്ടോ കുർത്തിയുടെ ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഇതുപോലെയാണ്. ബീഡ്സ് വർക്കാണ്, കട്ട് ബീഡ്സിന്റെ ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബോഡി പോർഷൻ ലൈനിങ്ങിന് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. ഇത് നമുക്ക് M2 XXL സൈസ് അവൈലബിൾ ആണ്. 750 ആണ് പ്രൈസ് വരുന്നത്. 750 ഫ്രീ ഷിപ്പിംഗ്. നല്ലൊരു കളർ ഷെയ്ഡാണ്, പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ചിലപ്പോൾ വീഡിയോ നമുക്ക് ഒരു ബ്ലൂവിന്റെ ആ ഒരു ഷെയ്ഡ് പോലെ തോന്നും. അതെല്ലാം നമുക്കൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. എല്ലാ കളർ ഷെയ്ഡും വെറൈറ്റി ആണ് കേട്ടോ. ഈ കളർ ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഉറപ്പായും ഇഷ്ടമാവും. അത്രയും നല്ലൊരു കളർ ഷെയ്ഡാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത്. നമ്മുടെ കസ്റ്റമറിൽ കയ്യിൽ കാണില്ല. അത്രയും നല്ലൊരു വെറൈറ്റി കളർ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് ഇതുപോലെയാണ് കേട്ടോ. ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ്. നമുക്ക് ഞാവൽപ്പഴം ഉണ്ടല്ലോ, ഡാർക്ക് പർപ്പിൾ ആണെങ്കിലും ഒരു ഡാർക്ക് ഞാവൽപ്പഴത്തിന്റെ ആ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഭംഗിയുള്ള നല്ലൊരു കളർ ഷെയ്ഡാണ്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ക്ലോസർ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. ആ ബീഡ്സ് വർക്കും ഞാൻ ആദ്യം പറഞ്ഞ അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അതുപോലെ ഇവിടെ ആ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ കുർത്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുർത്തി എല്ലാം ഏകദേശം 46 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. 46 ഇഞ്ചോളം എല്ലാം നമ്മുടെ ആ ഒരു ബ്രാൻഡഡ് കുർത്തിയൊക്കെ നല്ല ലെങ്തിൽ നല്ല മെഷർമെന്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് സൈസാണോ എടുക്കുന്നത് കറക്റ്റ് ആ സൈസ് തന്നെ പർച്ചേസ് ചെയ്താൽ മതിയാവും കേട്ടോ. നല്ലൊരു സൈസ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് കേട്ടോ. നാലാമത്തെ കളർ ഷെയ്ഡ്, നാലാമത്തെ ലാസ്റ്റ് ഈ പാറ്റേണിൽ ലാസ്റ്റ് വരുന്ന ഒരു കളർ ഷെയ്ഡ് ഇതുപോലെ. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ്. നെക്സ്റ്റ് പാറ്റേൺ വന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ. നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. സിൽക്ക് കോട്ടൺ മെറ്റീരിയലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ്. അതുപോലെ ക്വാളിറ്റി വൈസിലും നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലുമാണ് കേട്ടോ. നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. ഈ പാറ്റേണിൽ ഒരു ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ 3 ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. 3 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് ആണ് കേട്ടോ. നല്ലൊരു റെഡ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ്. പാറ്റേൺ ഒക്കെ സെയിം ആണ്. ലാസ്റ്റ് വരുന്നത് നല്ലൊരു നമ്മുടെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഞാവൽപ്പഴത്തിന്റെ കളറിലേക്കും വരുന്നുണ്ട്. നമുക്ക് ഇനി കുർത്തിയുടെ ഒരു ഫീച്ചേഴ്സ് നോക്കാം. ഇതുപോലെയാണ് കേട്ടോ. ആ നെക്ക് വരുന്നത് ഒരു വീനെക്ക് പാറ്റേണിൽ വരുന്നുണ്ട്. വീനെക്ക് പാറ്റേൺ വന്നിട്ട് നല്ലൊരു ലേസ് വർക്കാണ് കേട്ടോ. ലേസ് ആണ് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു വി പാറ്റേണിൽ നല്ലൊരു ഇതുപോലെയാണ് കേട്ടോ. ആ ഒരു ലേസ് പേച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് യോക്കിന്റെ ഏരിയയിൽ നല്ലൊരു ത്രെഡ് വർക്കാണ്. നല്ലൊരു ക്വാളിറ്റി വർക്കാണ് കേട്ടോ. ഇതുപോലെയാണ് ആ ഒരു വർക്ക് വരുന്നത്. നമ്മുടെ ആ വർക്ക് ഒരു പ്രത്യേക രീതിയിലാണ്, അങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു പ്ലേറ്റ്സ് ഇതുപോലെ ഗ്യാദേഴ്സ് ഇതുപോലെ കുഞ്ഞു പ്ലേറ്റ്സ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ എൻഡ് മുതൽ ഫുൾ നമ്മുടെ യോക്കിന്റെ ഇത്രയും ഏരിയ ആ ഒരു പ്ലേറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലെയർ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലെയറിലേക്ക് വരുന്നുണ്ട് കുർത്തി. കുർത്തിയുടെ ഒരു ക്ലോസർ വ്യൂ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ത്രെഡ് കൊണ്ടുള്ളൊരു മെഷീൻ വർക്കാണ്. ഇതുപോലെയാണ് ആ ലേസ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഏലൈൻ പാറ്റേൺ വന്നിട്ട് നമ്മുടെ യോക്കിൽ ഫുള്ള് ആ ഒരു ഇത്രയും റിച്ച് ആയിട്ടാണ് ആ ഒരു പ്ലീറ്റ്സ് വരുന്നത്. 3/4 സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു പേച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലേസ് പേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കുർത്തി വരുന്നത്. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ടോപ്പിന്റെ എൻഡ് വരെ തന്നെ ആ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പിന്റെ ലൈനിങ് വരുന്നു. ബോഡി പോർഷൻ ലൈനിങ്ങിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കും വരുന്നുണ്ട്. ഇങ്ങനെ കേട്ടോ കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിൽ നമുക്ക് M2 XXL സൈസ് അവൈലബിൾ ആണ്. ഞാൻ ലാസ്റ്റ് മൂന്നാമത് ഒരു കുർത്തി കാണിക്കുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് സ്ലീവിൽ. അതുപോലെ ആ ഒരു പ്രൈസ് റേഞ്ചിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 840 ആണ്. 840 ഫ്രീ ഷിപ്പിംഗുമാണ്. ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ആരും മിസ്സാക്കരുത്. അതുപോലെ ആ ഒരു നമുക്കൊരു പാർട്ടി വെയർ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. കുർത്തിയുടെ ആ ഒരു നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്ന് ബ്ലാക്ക് ആണ്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. വി നെക്ക് വരുന്നുണ്ട്. വി നെക്കിൽ ആ ഒരു ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ത്രെഡ് കൊണ്ടുള്ളൊരു യോക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മെഷീൻ വർക്കാണ്. ഇതുപോലെ നമുക്ക് ദൂരക്കാഴ്ചയിൽ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ്. അതുപോലെ യോക്കിന്റെ തൊട്ട് താഴെ
പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന കുർത്തിയാണ്. അതുപോലെ ഇതിന് കുറച്ച് ലെങ്തും നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 47.5 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. കുർത്തി നല്ല ലെങ്തിലുമാണ് വന്നിട്ടുള്ളത്. ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ്. ഫാബ്രിക് നല്ല ഗുഡ് ക്വാളിറ്റി ഫാബ്രിക് ആണ്. നല്ലൊരു കോട്ടൺ സിൽക്കി കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ആ ഒരു ഫാബ്രിക് വരുന്നത്. നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന കുർത്തിയാണ്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് M2 XXL സൈസ് അവൈലബിൾ ആണ്. പ്രൈസ് വന്ന് 740 ആണ്. 740 ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് കളർ വന്ന് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. പർപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാവൽപ്പഴത്തിന്റെ ആ ഒരു ഡാർക്ക്, അത്രയും ഡാർക്ക്നെസ് വരുന്നുണ്ട് കേട്ടോ. കളർ ഇതുപോലെയാണ് കേട്ടോ വർക്ക് വരുന്നത്. കുർത്തിയുടെ ഒരു ക്ലോസർ വ്യൂ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ആദ്യം പറഞ്ഞ അതേ ഫീച്ചേഴ്സ് ആണ് നെക്കിന് വരുന്നത്. നെക്കിൽ ആ ഒരു ലേസ് പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകതയുണ്ട്, സ്ലീവിലും വർക്കുണ്ട് കേട്ടോ. ഇതുപോലെയാണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ലേസ് പാച്ച് വരുന്നുണ്ട്. സ്ലീവിലും വർക്കോട് കൂടിയാണ് ഈ കുർത്തി വന്നിട്ടുള്ളത്. ഈ ഒരു ഒറ്റ കളർ ഷെയ്ഡിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ലീവിൽ ആ ഒരു വർക്ക് വരുന്നത്. ഇതുപോലെയാണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. നമ്മുടെ യോക്കിന്റെ തൊട്ട് താഴെ ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് M2 XXL സൈസ് അവൈലബിൾ ആണ്. അതുപോലെ കുറച്ച് ആ ഒരു പ്രൈസ് റേഞ്ചും മാറുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ കുർത്തി 840 ആയിരുന്നു. ഇതിപ്പോ വരുന്നത് 880 ആണ് കേട്ടോ. 880 ഫ്രീ ഷിപ്പിംഗ് ആണ്. ആ സ്ലീവിന്റെ ആ ഒരു പ്രത്യേകത ഡിസൈൻ മാറിയപ്പോൾ വന്ന ചെറിയൊരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ മാറ്റം വന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഇന്ന് നമ്മൾ 3 പാറ്റേണിൽ ഡിഫറെന്റ് കളർ ഷെയ്ഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം കളക്ഷൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കും. ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. മാക്സിമം വാട്സാപ്പ് മാത്രം യൂസ് ചെയ്യുക. വാട്സാപ്പ് മെസ്സേജ് മാത്രം യൂസ് ചെയ്യുക. കോൾ ചെയ്യാതിരിക്കുക. കോൾ ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമറിന് തന്നെ അത് ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വാട്സാപ്പ് നമ്മുടെ എന്തെങ്കിലും വോയിസ് മെസ്സേജോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക. ഓരോ എൻക്വയറിക്കും ചിലപ്പോൾ അയച്ചോ നിസ്സാരം ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ കസ്റ്റമറിന്റെ അവരുടെ ഒരു ഉള്ളിലെ ആകാംക്ഷ കൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് നമ്മൾ അയച്ചോ എടുത്തോ എന്താണ് അതിന്റെ ഒരു അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യുക, മാക്സിമം മെസ്സേജ് ഇട്ടേക്കും. അപ്പം നമ്മൾ എന്തായാലും അതിനൊരു മറുപടി തരുന്നതായിരിക്കും. എന്തെങ്കിലും ലേറ്റ് ആയാലും നമ്മൾ മറുപടി എല്ലാ മെസ്സേജിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും.